സുവിശേഷത്തിൽ കൂടെയുള്ള സത്യവെളിച്ചം എത്താത്തത് കൊണ്ടാണ് ഇന്നും നരബലിയും മൃഗബലിയും നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് അതിശയിപ്പിക്കുന്ന വാർത്ത നോക്കിയേ. പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ കൊണ്ടുവരുവാൻ ഒരു 5 വയസ്സുകാരനെ കൊച്ചിനെ നരബലി ചെയ്തു. നമ്പർ 1 എന്ന് പറയുന്ന ഇന്ത്യക്കകത്താണ് സംഭവിച്ചത്. ഞാൻ വായിക്കാം ഈ വാർത്ത. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ 5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അമ്മാവനെയും മന്ത്രവാദി അറസ്റ്റ് ചെയ്തു. അടുത്ത വായിക്കട്ടെ, ശ്രദ്ധിക്കണേ. മുണവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. 3 ദിവസം മുമ്പാണ് കുട്ടിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത്. ദുരാചാരത്തിൻ്റെ ഭാഗമായി മനോജ് കുട്ടിയെ ബലി കൊടുത്തതാണെന്ന് പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്ത മനോജിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഭയപ്പെടുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. മനോജുമായി വഴക്കിട്ട് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയി. ഭാര്യയെ തിരികെ എത്തിക്കാൻ ഇയാൾ മന്ത്രവാദിയുടെ സഹായം തേടുകയായിരുന്നു. ഇതിനായി മന്ത്രവാദി മനോജിനോട് 12,000 രൂപയും ചോദിച്ചു. പിന്നെ ഒരു കുട്ടിയുടെ ബലിദാനവും മന്ത്രവാദത്തിനായി കുട്ടിയുടെ രക്തവുമാണ് ഈ മന്ത്രവാദി ആവശ്യപ്പെട്ടത്. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഇയാൾ കഴിഞ്ഞ ശനിയാഴ്ച കുട്ടിക്ക് മിഠായി നൽകി ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി. ഇവിടെ വെച്ച് കുട്ടിയെ കൊലപ്പെടുത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിറിഞ്ച് രക്തം വലിച്ചെടുത്ത് മന്ത്രവാദിക്ക് ബലിദാനം കൊടുത്തു. ഇവിടെ മണ്ടത്തരം നിലനിന്ന് പറഞ്ഞേ, നിനക്ക് ജീവിതകാലം ഇനി നിൻ്റെ ഭാര്യയുമായി ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയെങ്കിൽ എടാ കോമഡിയല്ലേത്? നീ ഭാര്യയുമായി രമ്യപ്പെട്ട് ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്ന് സന്തോഷത്തോട് ജീവിക്കേണ്ടതിന് പകരം ഈ വിവരം കേട്ട ഈ മന്ത്രവാദി പറഞ്ഞതിനനുസരിച്ച് നീ ഏതോ ഒരു അപ്പനമ്മയെ ജനിച്ച് വളർത്തപ്പെട്ട കുഞ്ഞിനെ കൊലപ്പെടുത്തി നരബലി കൊടുത്ത നീ ലോകം മണ്ടത്തിലടോ. പിന്നെ നിനക്ക് പറഞ്ഞു തന്നൊരു മന്ത്രവാദി ഉണ്ടല്ലോ, ഇവൻ ലോകോത്തര വിഡ്ഢിത്തരയിലൂടെ എന്നൊക്കെ പറഞ്ഞു തന്നത്. ഈ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലാണ്. കാര്യം വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടും രാജസ്ഥാനിലാണ്. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടും പാണ്ഡിത്യമില്ലാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്താ സംഭവിക്കുന്നത് അറിയാമോ? വിഷയം ഒന്ന് മാത്രമാണ്. ഇവിടെ സുവിശേഷീകരണം എത്താത്തതിൻ്റെ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സുവിശേഷീകരണം എത്തുവാൻ ഈ കാപാലികർമ്മ സംഭവിക്കത്തുമില്ല. കാര്യം സുവിശേഷം എത്തിയാൽ ജനം വെളിച്ചമറിയും, സത്യമറിയും, പ്രകാശത്തിലേക്ക് വരും, അന്ധത മാറും, മൂകത മാറും, അത് അന്ധകാരം മാറും, ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ മാറും. ഇത് സത്യമാണ്. പക്ഷേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില നേതാക്കന്മാർ ഇത് അനുവദിക്കാറില്ല. കാര്യം ഇവർ നന്നായാലോ സന്തോഷം പ്രാപിച്ചാലോ എന്ന് ബുദ്ധി മരവിച്ചിട്ടാണ് ഇവ സമ്മതിക്കാത്തത്. അതുകൊണ്ടല്ലേ വെളിച്ചം പകരം വന്നിരിക്കുന്ന, സത്യം നൽകാൻ വന്നിരിക്കുന്ന സുവിശേഷകരെയും അവരുടെ കുടുംബത്തെയും മൃഗീയമായി പീഡിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നത്. ഇനിയെങ്കിലും രാജസ്ഥാനിലെ ഉള്ള സഹോദരന്മാർ മലയാളം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ഇതുപോലെ സംഖ്യകൾ ആരെങ്കിലും മലയാളം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സുവിശേഷം എന്ന് പറയുന്ന സത്യവെളിച്ചമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന സത്യവെളിച്ചമാണ് സുവിശേഷം. അതെത്തിയാൽ ഹൃദയത്തിനകത്ത്, ചിന്തയ്ക്കകത്ത് ബോധമുണ്ടാകും, പ്രകാശമുണ്ടാകും, പിന്നെ കപടത മാറും, വെളിച്ചമുണ്ടാകും. കാര്യം നിന്നെയൊക്കെ പൈശാചികത്വമാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. എന്താ പിശാച്? നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അല്ല, പിശാചാണ്. കാര്യം അല്ല, ചിന്തിച്ച് നോക്കി. പിണങ്ങിപ്പോയ ഭാര്യ കൊണ്ടുവരാൻ വഴിയെ പോയ കൊച്ചിനെ പിടിച്ച് കൊന്ന് നരബലി കൊടുത്തെന്ന് എന്താ അന്ധവിശ്വാസമാണ്. നിൻ്റെ ഭാര്യയുമായിട്ട് പിണങ്ങിയ വിഷയത്തെ പരിഹരിച്ചുവെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ? ഇനി നിൻ്റെ ഭാര്യ ഇവിടെ നിൽക്കും, നിൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിൽക്കും, നീ ജയിലിൽ കിടന്ന് ഭാര്യയെ സ്വപ്നം കണ്ട് ജീവിക്കേണ്ടി വരും. എന്ത് മണ്ടത്തിലൊന്നും നോക്കി. ഇത്രത്തോളം അതപ്പതിച്ചു പോയല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനങ്ങൾ. കേരളത്തിലുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവസഭയും പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുണ്ടെങ്കിൽ ഇത് നടക്കില്ല. കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവെളിച്ചം അവിടെ ഇറങ്ങി വരികയും സത്യമാകുന്ന യേശു പ്രകാശം അവിടെ യാഥാർത്ഥ്യമാകുകയും ചെയ്യും. ഇനിയെങ്കിലും ഇതുപോലുള്ള സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ ജനത്തെ സുവിശേഷീകരിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കുക. അല്ലെങ്കിൽ നീയൊക്കെ എന്തുണ്ടാക്കിയാലും ജീവിതകാലം എന്ത് ഭരണം നടത്തിയാലും നിൻ്റെ അന്ധത മാറത്തേയില്ല. 2025 ആയിട്ടും ഈ മൂകതയ്ക്ക് വ്യത്യാസം വന്നില്ല എങ്കിൽ, ഈ അന്ധവിശ്വാസത്തിന് അവസാനം വന്നില്ല എങ്കിൽ നിൻ്റെയൊക്കെ വിദ്യാഭ്യാസം എവിടെ എത്തിയെന്ന് പറയുന്നത്? നിനക്ക് പ്രകാശം വെളിച്ചവും
വിദ്യാഭ്യാസവും പാണ്ഡിത്യവും എവിടെ വരെ എത്തി എന്നുള്ള തെളിവല്ലയുടെ മനുഷ്യ ഈ നരബലി കൊടുത്തും ഇന്നും നരബലി കൊടുത്തും ജീവിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി നീ ഒരു കുഞ്ഞിൻ്റെ രക്തം കൊടുത്തെന്ന ആട് കൊടുത്താലോ മാട് കൊടുത്താലോ നീ ചുറ്റിയാലോ കല്ല് ചുമന്നാലോ കറങ്ങിയാലോ ഉരുണ്ടാലോ രക്തം കൊടുത്താലോ നരബലി ചെയ്താലോ മൃഗബലി ചെയ്താലോ നിൻ്റെ ഒരു പ്രശ്നത്തെ പരിഹാരമുണ്ടാകത്തില്ല. നിനക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു തന്ന ആ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്താൽ, ആ യേശുവിൻ്റെ പ്രകാശം വരാൻ വേണ്ടി കാത്തിരുന്നാൽ നിനക്ക് രക്ഷയുണ്ട്. പിന്നെ മന്ത്രവാദി, നീ ഒരു ലോകോത്തര കോമഡിയാണ് മന്ത്രവാദി. നീയും അകത്തുപോയി. നിനക്കറിയില്ല കബഡി നിരത്ത് നിനക്കറിയില്ല. 2 ദിവസം കഴിയുമ്പോൾ ഞാനും ജയിലിനകത്ത് പോകേണ്ടതാണെന്ന് നീ സേവിക്കുന്ന നിൻ്റെ അപ്പന്മാർ പറഞ്ഞു തന്നില്ലേ? എന്ത് കോമഡിയാടാ മന്ത്രവാദി നീയും കാണിക്കുന്നത്. അപ്പോൾ നീയും പോയി നിന്നെ സേവിച്ചിട്ട് നിൻ്റെ അപ്പന്മാർക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതുപോലെ നിൻ്റെ അടുക്കൽ പ്രസവപരിഹാരത്തിൽ വന്ന അവൻ്റെ ജീവിതവും മന്ത്രവാദി നീ കുളമാക്കി കയ്യിൽ കൊടുത്തു. ഇനിയെങ്കിലും ഈ മന്ത്രമൊക്കെ നിർത്തി യേശുവിലേക്ക് മടങ്ങി വാ, കപടത വിട്ടുവാ. യേശു മാത്രമാണ് രക്ഷകൻ കുഞ്ഞെ.